പറയും ഫുലാൻ ഇബ്നു ഫുലാൻ, ഇതാ ഇന്നവന്റെ മകൻ ഇന്നവൻ, ബിഅഖ്ബഹി അസ്മാഇഹി അല്ലതി കാന യുസമ്മാ ബിഹാ ഫിദ്ദുനിയ, ദുനിയാവിൽ അവന് വിളിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മോശമായ പേര്. ഹത്താ യൻതഹി ബിഹാ ഇല അസ്സമാഇ ദുനിയ, അങ്ങനെ ഭൂമിയോട് അടുത്ത ഒന്നാമത്തെ ആകാശത്തിലേക്ക് അവരെത്തുകയും ഫയുസ്തഫ്തഹു ലഹു, അവന് വേണ്ടി തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഫലാ യുഫ്തഹു ലഹാ, ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിൽ പോലും അവന് വേണ്ടി തുറക്കപ്പെടുകയില്ല. ثم قرأ رسول الله صلى الله عليه وسلم لا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط. رسول الله صلى الله عليه وسلم ഖുർആനിലെ ഒരായത്തിന്റെ ഭാഗം ഓതുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവർ പ്രവേശിക്കുകയില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഒരൊട്ടകം പ്രവേശിക്കുവോളം, ഒട്ടകത്തിന് സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കാൻ കഴിയുമോ? മറ്റൊരു ഖിറാഅത്ത് പ്രകാരം ഹത്താ യലിജൽ ജുമ്മലു ഫീ സമ്മിൽ ഖിയാത്ത്. ജുമ്മൽ എന്നാൽ കപ്പൽ അത് കരക്കടുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വലിയ വടമുണ്ട്, വലിയ കയർ. അതൊരിക്കലും ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുകയില്ല. അത് പ്രവേശിച്ചാലല്ലാതെ ഇവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ്. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു അപ്പോൾ പറയും ഉക്തുബു കിതാബഹു ഫീ സിജ്ജീൻ, അവന്റെ രേഖ സിജ്ജീൻ എന്ന രേഖയിൽ രേഖപ്പെടുത്തുക. ഫിൽ അർദി സുഫ്ല, ഏറ്റവും അടിയിലുള്ള ഭൂമിയുടെ ഏറ്റവും അടിയിലാണ് സിജ്ജീൻ എന്ന രേഖ. അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീനിൽ നമ്മോട് പറഞ്ഞതുപോലെ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ, വൃത്തികെട്ടവരുടെ രേഖ സിജ്ജീൻ എന്ന രേഖയിലാണ്. ഫതുത്റഹു റൂഹുഹു തർഹാ, അതാ മുകളിൽ നിന്ന് അവന്റെ റൂഹ് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടും. സുമ്മ ഖറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി വമൻ യുശ്രിക് ബില്ലാഹ് فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. അല്ലാഹുവിൽ പങ്കുചേർത്തവർ അവർ ആകാശത്ത് നിന്ന് വീണവരെ പോലെയാണ്. ഫതഖ്തഫുഹു الطير, ഒന്നുകിൽ വല്ല പക്ഷികളും അവരെ കഷ്ണം കഷ്ണമായി കൊത്തിയെടുത്തു കൊണ്ടുപോകും. ഔ തഹ്വി ബിഹി الريح, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകും. ഫി മകാനിൻ സഹീഖ്, വിദൂരമായ ഏതെങ്കിലും സ്ഥലത്തേക്ക്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു ഫതുആദു റൂഹുഹു ഫി ജസദിഹി, അപ്പോഴേക്കും അവന്റെ ഖബർ എത്തേണ്ടടുത്ത്, അവന്റെ ഖബറിൽ ശരീരം എത്തിയിട്ടുണ്ടാകും, എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാകും. എവിടെ എത്തിയാലും അദാബുൽ ഖബർ അല്ലെങ്കിൽ നിഅമത്തുൽ ഖബർ അല്ലാഹു ഓരോരുത്തരെയും ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും, അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. അവന്റെ റൂഹ് ശരീരത്തിലേക്ക് എത്തും. ഫയഅതീഹി മലകാൻ, നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മലക്കുകൾ അവന്റെ അടുത്തേക്ക് വരികയാണ്. ഫയുജ്ലിസാനിഹി, അവൻ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, എന്നിട്ട് അവനോട് പറയും മർ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്? ഫയഖൂലു ഹാ